നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സുന്ദർ ടീച്ചറുടെ ഈ ഗൈഡൻസ് കിട്ടാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പൈതൃക് എന്ന് പറയുന്ന പത്മവിഭൂഷൺ ഡോക്ടർ പി പരമേശ്വർജി ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ വന്നു ചേരാൻ ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും ആ ഒരു വൃത്തിയിലേക്ക് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒറ്റ വൃത്തി മാത്രം. ഈ ഒരു വൃത്തിയെയും കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുറച്ചും കൂടി വരുന്ന അവസ്ഥ. അതാണ് സാക്ഷാൽ യോഗികൾ. നമ്മളങ്ങനെയല്ല, നമ്മൾ ഈ ലോകത്തിലെ യോഗികൾ. അതുകൊണ്ട് വൃത്തിയായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ് യോഗിയാണ്. വൃത്തിയായിട്ട് അത് ഓർമ്മിച്ചോ. അവിടെ ഇവിടെ മനസ്സ് ചാടി കളിക്കുന്ന ഡാൻസ് അതിന് യോഗ്യത്വം പറഞ്ഞ ഡാൻസ്. പക്ഷെ ഒരു വൃത്തിയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് ചെയ്യുന്ന നൃത്തം, അത് യോഗം. അത് ചെയ്യുന്ന ആളെ യോഗിയാണ്. ഈ ഒരു സങ്കല്പത്തില് നമുക്ക് ഇന്ന് മുഴുവനും ചെലവഴിക്കാൻ സാധിക്കണം എന്ന് മാത്രം പറയാൻ സമയം വേണ്ടതില്ല. ആ നൃത്തത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വിവിധ തരങ്ങളിലാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വേദി നിങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആധ്യാത്മിക തലവും അതിൻ്റെ കർമ്മവുമായി മാറുന്ന ഒരു വേദിയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് മോഹിനിയാട്ടത്തിൻ്റെ ക്ലാസ്സാണ്. മോഹിനിയാട്ടത്തിൽ തിബരെ രാമരസം എന്ന കീർത്തനമാണ് എടുക്കുന്നത്. അമൃത് കയ്യിലിരിക്കുമ്പോൾ അതിനേക്കാൾ രീതിയിൽ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം കൊണ്ട് അവരെ ആകർഷിക്കുന്നു, തന്നിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അമൃതിനെ മറന്നുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ മോഹിനി രൂപത്തിന്റെ പുറകെ പോകുന്ന അസുരന്മാരുടെ ഒരു കഥ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തത് ഭസ്മാസുരന് വരം കൊടുത്ത്, അല്ലേ? ഭസ്മാസുരൻ തിരിച്ച് മഹാദേവനെ തന്നെ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ മഹാദേവൻ ജീവനും കൊണ്ട് ഓടുന്നതായിട്ടുള്ളൊരു കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി മഹാവിഷ്ണു വീണ്ടും മോഹിനി രൂപം കൊണ്ടുവരികയാണ്, അല്ലേ? അപ്പോൾ ഭസ്മാസുരൻ തൻ്റെ ആ അഹങ്കാരം, വരം കിട്ടിയതിൻ്റെ അഹങ്കാരമൊക്കെ മറന്ന് ഈ വിശ്വസുന്ദരിയുടെ രൂപം കണ്ട് ആസ്വദിച്ച് അതിലേക്ക്